ഒരുപാട് മുന്നറിയിപ്പുകളും ഒരുപാട് താക്കീതുകളും ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ചരിത്ര സംഭവങ്ങളും നിന്റെ മുൻഗാമികൾക്ക് വന്നു ഭവിച്ച അദാബുകളെ കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നരകത്തിന്റെ തട്ടുകളെ കുറിച്ചും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നു. ആ പരിശുദ്ധമായ ഖുർആനിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരുപാട് കൽപ്പനകൾ നമ്മളോട് നടത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കൽപ്പനകൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, നമ്മളോട് കൽപ്പിക്കുമ്പോൾ ആ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ ഞാനും നിങ്ങളും അനുസരിക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കുകയാൽ ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ കൽപ്പിക്കുകയാ. ഒരു മനോഹരമായ ഒരു ആയത്ത് നമുക്ക് കാണാം. ഇന്നത്തെ കാലഘട്ടത്തിനും ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ മുസ്ലിമും പഠിക്കേണ്ട, ഓരോ മുസ്ലിമും ചിന്തിക്കേണ്ട ഒരു ആയത്താണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത് വസബ്ബിഹു ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് സത്യവിശ്വാസികളോട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരുപാട് കൽപ്പനകൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരോടും അല്ലാഹു അവിടെ നിന്ന് കൽപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്ന വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത് വസബ്ബിഹു ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്ന ഒരിക്കലും മരിക്കാത്തവനായ പടച്ചറപ്പുണ്ടല്ലോ, ആ പടച്ചറപ്പിലേക്ക് നിന്റെ കാര്യങ്ങൾ മുഴുവനും നീ പരമേൽപ്പിക്കണേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മൾ പലരും പറയുമല്ലോ തവക്കൽതു അലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും ജീവിതത്തിൽ പറയുന്ന ഒരു വാക്കാണ് തവക്കൽതു അലല്ലാഹ്. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനെ പരമേൽപ്പിക്കുകയാണ്, തന്റെ കാര്യങ്ങൾ മുഴുവനും പടച്ചറപ്പിനെ ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, നിങ്ങൾ ഒരിക്കലും മരിച്ചു പോകാത്ത, ഒരിക്കലും മരണമില്ലാത്ത പടച്ചറപ്പിന്റെ കയ്യിലേക്ക് നിങ്ങളുടെ കാര്യങ്ങള് നിങ്ങൾ പരമേൽപ്പിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ. അല്ലാഹു പറയുകയാ, വതവക്കൽ അലൽ അസീസിർ റഹീം. ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് പടച്ചറപ്പവിടെന്ന് കൽപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മറ്റൊരു ഭാഗത്ത് അല്ലാഹു തവക്കൽ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു തരികയാ. അതാ ഖുർആൻ വിടെന്ന് പറയുന്നു, വമയ്യ തവക്കൽ അലല്ലാഹ് ഫഇന്നല്ലാഹ അസീസുൻ ഹകീം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മറ്റൊരു ഭാഗത്ത് അവിടെ നിന്ന് പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തരികയാ. ഖുർആനിന്റെ ഒരുപാട് ആയത്തുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 6600 പരം വരുന്ന ആയത്തുകൾ ഉണ്ടല്ലോ. ആ ഖുർആനിന്റെ ആയത്തുകളിലൂടെ ഞാൻ നിങ്ങളെ കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങള് പടച്ചറപ്പിൽ നിങ്ങൾ പരമേൽപ്പിക്കണേ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയുടെ അടയാളം പറയുകയാ. ഒരു സത്യവിശ്വാസിയുടെ അടയാളത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ
റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു സത്യവിശ്വാസിയുടെ അടയാളത്തെ കുറിച്ച് പറയുമ്പോ അല്ലാഹു ആയത്തിന്റെ അവസാനം പറയുകയാണ്, അവനവന്റെ കാര്യങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പറയുകയാണ്, നമ്മളൊക്കെ പറയുമല്ലോ തവക്കൽതു അലല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറയുന്ന ഒരു വാക്കാണ് തവക്കൽതു അലല്ലാഹ്. സത്യത്തിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ആരും ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല. ഇത് എന്തിനു വേണ്ടിയാണ് പറയുന്നത്? ഇത് എവിടെയാണ് പറയേണ്ടത്? ഇത് എവിടെയാണ് പറയാൻ പാടില്ലാത്തത്? ഈ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഈ തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ട സമയത്ത് പറയാതെ പോകുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവനുണ്ടാകുന്ന നഷ്ടമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ തവക്കൽതു അലല്ലാഹ്, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവർ, ഇത് ഖുർആനിന്റെ ഒരു കൽപ്പനയാണ്. എങ്കിലും നമ്മൾ എല്ലാവരും പല സമയങ്ങളിലും പറയാറുണ്ട് തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. ചില വണ്ടിയുടെ പേര് തന്നെ ഓട്ടോയുടെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്. വീട്ടിലേക്ക് കയറി പോകുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്. അതുപോലെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയും തവക്കൽതു അലല്ലാഹ്. നമ്മൾ എല്ലാവരും തവക്കൽതു അലല്ലാഹ് എന്ന് കുറെ പേരൊക്കെ പറയാറുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? ഇതെന്തിനാ പറയണേ? ഇത് പറയുന്നത് എന്തിനു വേണ്ടിയാ? ഇത് പറയുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഇത് പറയാതെ വരുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന നഷ്ടം എന്താ? എല്ലാവരും പറയുന്ന ഒരു വാക്കാണ്. ഇന്ന് നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് ഇതെന്തായി പറഞ്ഞേ? ഓട്ടോയുടെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്. വീട്ടിൽ കയറുമ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട് അതല്ല, അല്ലാഹ് ഏൽപ്പിച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്. എന്തിനാ ഇത് പറയണേ? ഇത് പറഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ? ഏറ്റവും കുറഞ്ഞ അത് പഠിക്കാം. നമുക്ക് അറിയുന്ന ചില അറബി വാക്കുണ്ട്. ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, തബാറക്കല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചില വാക്കുകളുണ്ട്. അർത്ഥം അറിയില്ലെങ്കിലും പറയും. സത്യത്തിൽ ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഇത് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതാ. മാഷാ അല്ലാഹ് എന്ന് പറയാറുണ്ട്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാറുണ്ട്, തബാറക്കല്ലാഹ് എന്ന് പറയാറുണ്ട്, ഹാദാ മിൻ ഫളിലി റബ്ബി ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് കേട്ടിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത്തിരി ക്ഷമയോട് കേൾക്കണം. സാധാരണ ഒരു വയലിൽ നിന്ന് വലിയ ചരിത്രങ്ങളും പൊളികളൊക്കെ ഒന്നും ഇല്ലാതെ ഉപകാരപ്പെടുന്ന രീതിയിൽ സമാധാനത്തോടു കൂടി നിങ്ങൾ കേൾക്കണം. അവസാനം ഞാൻ ചരിത്രം പറഞ്ഞു തരും. ആദ്യം നിങ്ങൾ ഇത്തിരി ക്ഷമയോടുകൂടി, കാരണം ഖുർആനും ആയത്തുകളും ഹദീസുകളും ആകുമ്പോൾ ചെട്ടെന്ന് അങ്ങോട്ട് ഒരു വയത് പോലെ ആകണമെന്നില്ല. ക്ഷമയോടുകൂടി ഇരുന്ന് പഠിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും തവക്കൽതു അലല്ലാഹ് എന്ന് പറയും. ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിനെ തവക്കലേൽപ്പിക്കുവാൻ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് ജീവിതത്തിൽ പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് എല്ലാവർക്കും പറയാൻ കഴിയുകയില്ല. അത് എല്ലാ മുസ്ലിമീങ്ങളും പറയുകയുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് എല്ലാവർക്കും പറയാൻ കഴിയുകയില്ല. അത് പറയണമെങ്കിൽ പടച്ചവനെ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. തന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവരുണ്ടല്ലോ, പടച്ചവനെ അവരെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ്
ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അവർക്ക് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ്, അല്ലാഹു സ്നേഹിക്കുന്നവരാണ്. പടച്ചവനെ സ്നേഹിക്കുന്നവർക്ക് എങ്ങനെ പറയാൻ കഴിയൂ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ തവക്കൽതു അലല്ലാഹ്, പടച്ചവനെ പരമേൽപ്പിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. അങ്ങനെ അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ പറയണമെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, പടച്ചറബ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. ആരാണ് നിന്നെ ഇഷ്ടപ്പെടുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ പടച്ചറബുണ്ടല്ലോ. ആ പടച്ചറബ് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്നെ അല്ലാഹുവിന് വല്ലാത്ത സ്നേഹമാണ്, നിന്നെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പടച്ചവനെ നിനക്കെങ്ങനെ പറയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നിന്റെ കാര്യങ്ങൾ പടച്ചറബിനെ നിനക്ക് പരമേൽപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏത് കാര്യത്തിലും തവക്കൽതു അലല്ലാഹ് പറയുന്ന മനുഷ്യ, അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. നിനക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹമുള്ളവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. അവന്റെ കാര്യങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കാൻ കഴിയൂ. പരിശുദ്ധമായ ഖുർആൻ പെടുന്ന ഒന്നാമതായി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലിശൈഇൻ ഖദറാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അത് മതി സഹോദരാ നിനക്ക്. ആ ഒരു തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ നിനക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നിനക്ക് അല്ലാഹു മതിയാവുകയാണ്, നിനക്ക് അല്ലാഹു മതിയാവുകയാണ്. ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാല്, എത്ര വലിയ ദുഃഖം വന്നാല്, എത്ര വലിയ ദുരിതം വന്നാല്, ആരൊക്കെ നിന്നെ കൈയൊടിഞ്ഞാല്, പടച്ചവനെ ഒരിക്കലും നീ പതറുകയില്ല, ഒരിക്കലും നീ തളരുകയില്ല. കാരണം അല്ലാഹു നിനക്ക് മതിയാവുകയാണ്. അതിന് ഏറ്റവും വലിയ ചരിത്രം എന്തെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുന്നവരാണല്ലോ. ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്ക്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമ്രൂദിന്റെ അനുയായികൾ പിടിച്ചു കൊണ്ടുവരികയാണ്. നമ്രൂദിന്റെ അനുയായികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് പടച്ചവനെ ഭയാനകമായ ഒരു ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാവരും വലിയ ഒരു കുഴിയുണ്ടാക്കുകയാണ്, ഒരു വലിയ കുഴി കുഴിക്കുകയാണ്. എന്നിട്ട് വിറക് സ്വീകരിച്ചു കൊണ്ടുവന്നിട്ട് ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാകുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീക്കകത്തിട്ട് കരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അടുത്തു കൊണ്ടുപോയി അതിനകത്തേക്ക് ഇടാൻ കഴിയാത്തത് കാരണം അത്രയും ഭയാനകമായ തീക്കുണ്ടാരമാണ്. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞ് താഴെ വീഴുന്ന അത്രയും ഭയാനകമായ തീയ്. ഇബ്രാഹിം നബി അമ്പും വില്ലും തയ്യാറാക്കി എയ്ത് വിടുന്നതിന് വേണ്ടി ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത് കയറ്റിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിർത്തിയിരിക്കുകയാ. പടച്ചറബേ, ആ സമയത്താണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് വന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, നബിയേ, ഞാൻ രക്ഷപ്പെടുത്തട്ടെ നബിയേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക്
എയ്തു വീടുന്നതിന് വേണ്ടി തയ്യാറാക്കി ഉയരമുള്ള സ്ഥലത്ത് ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുമ്പോ ജിബിരിൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് ചോദിക്കുകയാ, രക്ഷപ്പെടുത്തട്ടെ നബിയെ, ഈ തീ ഞാൻ അണച്ചു കളയട്ടെ, അങ്ങയെ രക്ഷപ്പെടുത്തട്ടെ, ഒന്ന് അനുവാദം തരുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ജിബിരിൽ നിന്റെ സഹായം എനിക്ക് വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട, എന്നെ പടച്ച അള്ളാഹു ഉണ്ട് എന്റെ കൂടെ, റബ്ബ് എന്നെ രക്ഷപ്പെടുത്തു, നിന്റെ സഹായം എനിക്ക് വേണ്ട. ഇത് ഖുർആൻ പറഞ്ഞ കഥയല്ലേ? നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഉല്ലാസ യാത്രയ്ക്ക് പോയിട്ട് മാസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞ് ഒരു രോമം പോലും കരിയാതെ എഴുന്നേറ്റ് വന്ന ഇബ്രാഹിം നബിയുടെ ചരിത്രം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ തന്റെ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ അല്ല മതി നിനക്ക്. ടെൻഷൻ വേണ്ട, ബേജാറ് വേണ്ട, പ്രയാസം വേണ്ട, സമാധാനമുള്ള ജീവിതം. എന്തിനാ ബേജാറാവുക? എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ത്യ മഹാരാജ്യത്ത് ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോ പത്രം എടുത്തു നോക്കിയിട്ട് കണ്ണും തെല്ലിയിരിക്കാൻ ഞാനും നിങ്ങളും, പടച്ചോൻ ഇവിടെ എന്താ അല്ല നടക്കണേ, ഇവിടെ എന്താ പടച്ചോനെ നടക്കണത്, റബ്ബേ നമ്മൾ എന്താ ചെയ്യാ? ഭയം, നമുക്ക് വല്ലാത്ത പേടി, വല്ലാത്ത ടെൻഷൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ പഠിക്കണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ സഹായം എന്താ, അള്ളാഹ് ആരാണെന്ന് പഠിക്കുക. അള്ളാഹു ആരാണെന്ന് പഠിക്കുക. അള്ളാഹു ആരാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അല്ല ഉണ്ട്, വേറെ ആരുമില്ല. വേറെ ആരൊക്കെ നിന്റെ കൂടെ ഇല്ലെങ്കിലും അള്ളാഹു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അല്ല മതി നിനക്ക് രക്ഷപ്പെടാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിതത്തിൽ പഠിക്കണം. ചെറിയതിന് വലിയ ആലിമാകണമെന്നോ പണ്ഡിതനാകണമെന്നോ വലിയാകണമെന്നോ തങ്ങളാകണമെന്നോ മഹാനാകണമെന്നൊന്നും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രങ്ങൾ എത്രയോ സാക്ഷിയ. ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു മാതാവ്, ഒരു പിതാവ്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാനെ കുറിച്ചാ. ഒരു മാതാവിന്റെയും പിതാവിന്റെയും ഉത്തരവാദിത്തമാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാനെ കുറിച്ചാ. അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മള്. കാള പോലെ വളർന്നവന് പോലും പറഞ്ഞു കൊടുക്കാറില്ലല്ലോ അള്ളാനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുക്കണമല്ലോ. ആരാ പറഞ്ഞു കൊടുക്കുക? അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ മക്കളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്ത ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിലും ഹദീസിലും കാണാമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാഹ് ആരാണെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയന്ന് പറിച്ചു നടക്കുകയാ. ഇന്ത്യ മഹാരാജ്യത്ത് ഏക സിവിൽ കോഡ് വരുന്നു, പൗരത്വ ബില്ല് വരുന്നു, പടച്ചവനെ തലാഖ് വന്നു, ഹിജാബ് വന്നു, ലവ് ജിഹാദ് വന്നു, പിന്നെന്താ ഹലാല് വന്നു, പിന്നെന്താ തുപ്പല് വന്നു, എല്ലാം വന്നു. എന്ത് ഉസ്താദെ, പേടി, ഭയന്ന് വിറച്ചു നടക്കുകയാ നമ്മൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ദഹിക്കൂല, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാ, എന്താ സ്ഥലപ്പേരെന്താ? അടിമാലി എന്താ? അടിമാലിക്കാരോട് ഞാൻ ചോദിക്കുന്നത്, അള്ളാഹു ഖുർആനിൽ ചോദിച്ചതെന്നറിയോ? ഖുർആനിൽ ചോദിച്ചതെന്നറിയോ? അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വെറുതെ കയറിപ്പോകാമെന്ന് നിങ്ങൾ കരുതിയോ? അല്ലാഹു ചോദിക്കുകയാണ്, ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഈ സ്വർഗ്ഗം എന്ന് പറയുന്ന സ്ഥലം ഓസിന് കേറി പോകാൻ പറ്റുന്ന മൂന്നാറിലെ തണുപ്പ് കൊള്ളുന്ന മലമുകളാണെന്ന് നിങ്ങൾ കരുതിയേ? ഇല്ല. അള്ളാഹു പറയുകയാ, സ്വർഗത്തിലേക്ക് അങ്ങനെ എളുപ്പത്തിൽ കയറി പോകാൻ പറ്റൂല. അത് വെറുതെ കണ്ടവന് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. മൂന്നാറിൽ ആർക്ക് വേണമെങ്കിലും കയറി പോകാം. പക്ഷെ അള്ളാഹുടെ സ്വർഗത്തിൽ കയറി പോകൽ അത്ര നിസ്സാരമല്ല സഹോദര. എടോ, ഖുർആൻ പറയുന്നറിയുമോ? നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് തല്ലിയ ചരിത്രം പറഞ്ഞത് പിരിക്കാനായിരുന്നില്ല കാക്കാമാരെ. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയെ മലർത്തിക്കിടത്തിയിട്ട് തന്റെ ഗുഹ്യഭാഗത്തേക്ക് പഴുപ്പിച്ച കമ്പി കുത്തിയിറക്കി സുമയ്യ ബീവിയെ കൊന്ന ആ ചരിത്രം പറയുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാ.
നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു, സ്വർഗത്തിലേക്ക് അങ്ങനെ വെറുതെ പോകാൻ പറ്റൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പോകണമെന്ന് വെച്ചപ്പോ 2 കയ്യും പൊക്കിയ കാക്ക, സ്വർഗത്തിൽ വെറുതെ പോകാൻ പറ്റുമോ? അത്ര എളുപ്പമുള്ള കാര്യമല്ല സ്വർഗം. സ്വർഗത്തിലേക്ക് ഇന്ന് നമ്മൾ പഠിക്കുന്നവരാ 2 പ്രവാചകന്മാര് ആകാശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ആരൊക്കെയാ? ഇതപ്പ പാമ്പ വഴുത വെക്കാൻ വന്നാണോ? പാമ്പാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. വയത് കേൾക്കാൻ വന്ന പാമ്പ. സ്വർഗത്തിന്ന് ശൈത്താൻ അങ്ങനെ അവസ്ഥ, പാമ്പിന്റെ കൊലത്തിന് എങ്ങനെ കയറിയെന്നല്ലേ? കുഴപ്പമില്ല, ഒന്നുമില്ലല്ലോ. വയത് കേൾക്കാൻ വന്നത്, അതിനെ വേദനിപ്പിക്കല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, സ്വർഗത്തിൽ പോകൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന 2 നബിമാരുടെ കഥ അറിയില്ലേ? ആരൊക്കെയാ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നത്? ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം, പിന്നെ ഒരു നബി ഉണ്ടാരാ? ഇങ്ങോട്ട് പറ മനുഷ്യന്മാരാരാ? ആകാശത്ത് സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന നബി ആരാ? ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈസാ നബി അങ്ങനെ സ്വർഗത്തിൽ പോയി? ആകാശത്ത് പോയല്ലോ. ഈസാ നബിയെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയെന്ന. ഇദ്രീസ് നബി എങ്ങനെ സ്വർഗത്തിൽ പോയ ചരിത്രം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഭയങ്കര കോമഡിയാ. ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ പോയ കഥ നിങ്ങൾ പഠിക്കണം. ചരിത്രം പറയുന്നത്, ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാമും തമ്മിൽ വല്ലാത്ത ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. 2 പേരും വലിയ കൂട്ടുകാരാ. മലക്കുകളെ കൂട്ടുകാരാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കൂട്ടുകാരാക്കാൻ പറ്റും. അസ്റായിലിനോട് കൂട്ടുകൂടണോ? കൂട്ടുകൂടാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അസ്റായിലുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകണോ? വേണോ? നിങ്ങൾ എന്താ പേടിക്കണേ? പറ, അസ്റായിലുമായിട്ട് കൂട്ടുകാരനാകണോ? ആകാൻ പറ്റും. ആ മലക്കിന്റെ പേര് കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാ. നിങ്ങൾക്ക് കാണണമെങ്കിൽ, ഇത് പള്ളിയല്ലേ? ഇവിടെ പള്ളി ഇതല്ലേ? നാളെ രാവിലെ ഈ പള്ളിയിൽ പോയാൽ മതി, അസ്റായിലിനെ കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ തമാശ പറഞ്ഞല്ല, രാവിലെ പള്ളിയിൽ പോയാൽ മതി. ആരെങ്കിലും 5 വഖത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയുടെ വാതിലിൽ അസ്റായിൽ കാത്തു നിൽക്കുന്ന, നിസ്കരിക്കാൻ വരുന്നവനെ മുസാഫത്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ വരുന്നവനെ മുസാഫത്ത് ചെയ്യാൻ പള്ളിയുടെ വാതിലിൽ നിൽക്കുന്ന എന്നും പോയി പരിചയപ്പെട്ടോ? അസ്റായിൽ പറയണ എന്തെന്നറിയോ? ഈ നിസ്കാരം നിലനിർത്തിയ അവസാന സമയത്ത് എന്നെ ഇതുപോലെ തന്നെ കാണാം. 5 നേരം ബാങ്ക് വിളിക്കുമ്പോ എന്നും നിസ്കരിക്കാൻ വന്ന ഈ ചിരിക്കുന്ന മുഖത്തോടെ തന്നെ നിന്റെ അവസാന സമയത്ത് ഞാൻ റൂഹ് പിടിക്കാൻ വരുമ്പോൾ ഇതുപോലെ തന്നെ വരും. ഇല്ലെങ്കിൽ അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഇദ്രീസ് നബിയും അസ്റായിൽ അലൈഹിസ്സലാമും തമ്മിൽ വലിയ ബന്ധമായപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരാറുണ്ട്. അപ്പൊ ഒരിക്കൽ വന്നപ്പോ ചോദിച്ചു, മരണത്തിന് വലിയ വേദനയാണല്ലോ, മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ, അതുകൊണ്ട് ആ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. അതുകൊണ്ട് എന്റെ റൂഹൊന്ന് പിടിപ്പിച്ചെന്നെ മരിപ്പിക്കുമോ? എന്റെ റൂഹൊന്ന് പിടിക്കണം, ഞാൻ മരിച്ചു, ആ വേദന ഞാൻ അനുഭവിച്ചു, തിരിച്ചെനിക്ക് റൂഹ് തരണം, പറ്റുമോ? അസ്റായിൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു. പടച്ചോൻ അള്ളാഹുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമല്ലേ? അള്ളാഹുവിനോട് ചോദിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് അനുവാദം കൊടുത്തു. അങ്ങനെ ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചു, മരിച്ചു. അത് കഴിഞ്ഞ് റൂഹ് തിരിച്ചു കൊടുത്തു. അസ്റായിൽ ചോദിച്ചു, എങ്ങനെയുണ്ട് നബിയെ? അല്ലാഹു അലം, എങ്ങനെയുണ്ട്? അസ്റായിൽ അലൈഹിസ്സലാം അവിടെ ചോദിച്ചപ്പോ ഇദ്രീസ് നബിയുടെ മറുപടി ഭയാനകമായി. ഇതൊരു മനുഷ്യനും താങ്ങാൻ പറ്റൂല. പടച്ചവനെ, അല്ലാഹു അലം, അല്ലാഹു കാക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദുആ ചെയ്തു. കുറെ കാലം കഴിഞ്ഞു പിന്നെയും കാണാൻ വന്നപ്പോ ചോദിച്ചു, അതെ, എനിക്കൊരാഗ്രഹം കൂടെയുണ്ട്. എന്താ? അള്ളാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകം എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ നരകം എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ നരകം കണ്ടു കഴിഞ്ഞാൽ പടച്ചവനെ നന്മകൾ ചെയ്യാമല്ലോ, അള്ളാഹുവിലേക്ക് മടങ്ങാമല്ലോ, എനിക്കൊന്ന് കാണിച്ചു തരുമോ? അപ്പോഴും അവിടെ നിന്ന് അനുവാദം അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു അനുവാദം കൊടുത്തു. അങ്ങനെ ആ നരകത്തിന്റെ മുകളിലൂടെ ഒന്ന് കൊണ്ടുപോയത്രേ. മതി മതി മതി, എനിക്ക് കാണണ്ട, കൊണ്ടുപോയാൽ തിരിച്ച്. അങ്ങനെ 2ാമത്തെ ആഗ്രഹവും സാധിച്ചു. പിന്നീട് ഒരിക്കൽ അസ്റായിലിനോട് ചോദിച്ചു അത്ര, ഇനി ഒരാഗ്രഹം കൂടെയുള്ളൂ, പറ്റില്ല എന്ന് പറയരുത്. ലാസ്റ്റത്തെ ആഗ്രഹം എന്താ? എനിക്ക് അള്ളാന്റെ സ്വർഗം ഒന്ന് കാണണം, ഒന്ന് കാണിച്ചു തരും അസ്റായിലെ. അവസാനം അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് അനുവാദം കൊടുത്തു. അങ്ങനെ അസ്റായിൽ അലൈഹിസ്സലാമും ഇദ്രീസ് നബിയും കൂടെ സ്വർഗത്തിന്റെ മുന്നിലെത്തി. സ്വർഗത്തിന്റെ മുന്നിലെത്തിയിട്ട് ചരിത്രം പറയുകയാ, ഇദ്രീസ് നബി അലൈഹിസ്സലാം അതിനോട് അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞു, നബി, എനിക്ക് അകത്ത് കയറാൻ പറ്റൂല, നിങ്ങൾ പോയി കണ്ടിട്ട് പെട്ടെന്ന് വരി, ഞാൻ ഇവിടെ നിൽക്കാം. അങ്ങനെ ഇദ്രീസ് നബി സ്വർഗത്തിനകത്ത് കയറി ഇങ്ങനെ നടക്കാൻ തുടങ്ങി.
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം മുഴുവൻ ഇങ്ങനെ നടന്ന് കാണുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന മലക്ക് ഇങ്ങനെ പുറത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഈ മലക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇദ്രീസ് നബി അകത്തുനിന്ന് വെളിയിലേക്ക് വരണേയില്ല. ഇദ്രീസ് നബി സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. കാത്തു നിൽക്കാൻ തുടങ്ങി. അവസാനം ഇറങ്ങി വരാതെ വന്നപ്പോ ഇസ്രായേൽ അലൈഹിസ്സലാം വിളിക്കുന്നു, നബി നിങ്ങളൊന്ന് ഇറങ്ങി വാ. ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഇറങ്ങി വരില്ല, അല്ല ഇറക്കി വിടാതെ ഞാൻ ഇനി ഇവിടെ നിന്ന് ഇറങ്ങൂല. അങ്ങോട്ട് തർക്കമായി. ഇനി എന്നെ പടച്ചവൻ ഇവിടെ നിന്ന് ഇറക്കി വിടണം, അല്ലാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം അങ്ങോട്ട് തർക്കമായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ അയച്ചു മധ്യസ്ഥനായിട്ട്. വിഷയം അറിയാഞ്ഞിട്ടൊന്നുമല്ല, നമുക്ക് പഠിക്കാൻ. ഒരു മധ്യസ്ഥനായിട്ട് ഒരു മലക്കിനെ വിട്ടു. അസ്രായിൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ഇദ്രീസ് നബിയുടെ അടുക്കൽ പോയി ചോദിച്ചു, എന്തേ ഇപ്പൊ നിങ്ങൾ ഇറങ്ങി പോകാത്ത, നിങ്ങൾ എന്തേ ഇറങ്ങി പോകാത്തത്, എന്തേ വിഷയം എന്തേ? ആ സമയത്ത് 3 മറുപടിയായി ഇദ്രീസ് നബി പറഞ്ഞത്. 3 മറുപടിയാണ് പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആൻ ആയത്തുകൾ അവിടെ നിന്ന് കാണാം, ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞ 1ാമത്തെ മറുപടി, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കും. ലോകത്ത് കടന്നു വന്ന എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കും. ഖുർആൻ പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ആ മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചു. ഒരാൾ ഒരിക്കലല്ലേ മരിക്കത്തുള്ളൂ, 2 മരണമൊന്നുമില്ലല്ലോ. ഒരാൾക്ക് 1 മരണമല്ലേ ഉള്ളൂ, 2 മരണമൊന്നുമില്ലല്ലോ. ഞാൻ മരണത്തിന്റെ വേദന അനുഭവിച്ചു. 2ാമതായിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, അള്ളാഹു പറയുന്നുണ്ട്, എല്ലാവരും അവരവരുടെ കണ്ണുകൊണ്ട് നരകം കാണുമെന്ന്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നരകവും കണ്ടു. അവനവന്റെ കണ്ണുകൊണ്ട് എല്ലാവരും നരകത്തെ കാണുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്, ഞാൻ കണ്ടു. ഇദ്രീസ് നബി പറഞ്ഞ 3ാമത്തെ മറുപടി, സ്വർഗത്തിൽ കയറിയ ഒരാൾ അള്ളാഹു ഇറക്കി വിടത്തില്ലല്ലോ, അത് കണ്ട് ഇനി അല്ല ഇറക്കി വിടാതെ ഞാനിവിടെ ഇറങ്ങൂല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് പറഞ്ഞു, ആ ചങ്ങാതി അവിടെ തന്നെ വിട്ടേക്കാൻ. അങ്ങനെയാണ് അവിടെ കയറി പറ്റിയത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, വളരെ എളുപ്പത്തിൽ കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ടല്ലോ, ഒരുപാട് ദുരിതങ്ങളുണ്ടല്ലോ, ഒരുപാട് വേദനകളുണ്ടല്ലോ, ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് പടച്ചറപ്പേ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും അതിലെ ഒരു 4-1 അംശമെങ്കിലും ഞാനും നിങ്ങളും അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് എണ്ണി പറഞ്ഞു തരികയാ. ഞാനൊരു മനുഷ്യനെ പരീക്ഷിക്കുമല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാ, വനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാ ഒരു സത്യവിശ്വാസിയെ പരീക്ഷിക്കുന്നത് എന്ന്, ഞാൻ എൻ്റെ അടിമയെ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് എന്ന് എണ്ണി അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ പേടിക്കണം? ഇത് ഖുർആൻ പറഞ്ഞല്ലേ. 1ാമതായി പറഞ്ഞത് എന്തേ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, നിനക്ക് ഞാൻ ഭയം തരും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും, നിന്നെ ഞാൻ പേടിപ്പിക്കും. ശത്രുക്കൾ 4 ഭാഗത്ത് നിന്ന് നിന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്റെ നേരെ തിരിഞ്ഞു വരും. നീ മുസ്ലിമാണോടാ എന്ന് ചോദിച്ചുകൊണ്ട് പേടിച്ചു നിനക്ക് ജീവിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല ഈമാൻ നൽകുമാറാകട്ടെ. എടാ, ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് മുസ്ലിമിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവനെ പീഡിപ്പിക്കാൻ വരും. അപ്പൊ നീ ഇങ്ങനെ നിൽക്കണം, മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഓലപ്പടക്കം കാണുമ്പോ ഓടാന്ന് നീ എങ്ങനെ നിൽക്കുക?
എടാ ഇപ്പൊ ചെറിയ ചെറിയ പടക്കങ്ങളല്ലേ തുടങ്ങിയുള്ളൂ. അവരിങ്ങനെ ഓരോന്ന് ഇങ്ങനെ വരുന്നു. ഇപ്പൊ അടുത്ത ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു, പൗരത്വ ബില്ല് വരാൻ പോകുന്നു. പടച്ചോനെ എന്ത് ചെയ്യും ഉസ്താദ്? വീട് പോകത്തില്ലേ, പറമ്പ് പോകത്തില്ലേ, പൈസ പോകത്തില്ലേ ഉസ്താദ്? നമ്മൾ എങ്ങോട്ട് പോകും ഉസ്താദ്? നമ്മുടെ ചോദ്യം സ്വർഗത്തിൽ പോകണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ ഈ പൗരത്വ ബില്ലെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. പൗരത്വ ബില്ലെന്ന് പറഞ്ഞാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പൗരത്വ ബില്ല് നടന്നിട്ടുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എത്ര വർഷം മുമ്പ്? 1400 കൊല്ലം മുമ്പ് മക്കയിൽ ഖുറൈശികളാണ് പൗരത്വ ബില്ല് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിനോട് പറഞ്ഞു അത്രേ, എടാ നീ ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളായും കൂടെ പൊക്കോളാം. എന്താ പറഞ്ഞേ? നീ ഇവിടെ ഉണ്ട്, ഈ മക്കത്ത് കിടന്ന് സമ്പാദിച്ച നിന്റെ സമ്പാദ്യം മുഴുവനും ഇവിടെ ഉപേക്ഷിച്ചിട്ട് നീയും നിന്റെ അള്ളായും നിന്റെ മതവും നിന്റെ മുഹമ്മദും കൂടെ നീ ഇവിടുന്ന് നാട് വിട്ടു പൊക്കോണം. ആ സമയത്ത് മുസ്ലിമീങ്ങൾ എന്താ ചെയ്തത്? ആ മുഹാജിറുകൾ എന്ത് ചെയ്തു? എന്നാടാ നിന്റെ വീട്, നിന്റെ പറമ്പ് എന്നാടാ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അള്ളാഹു മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് അവര് മദീനത്തേക്ക് പോയി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളാണെങ്കിലോ പറഞ്ഞപ്പോഴേ വരണ്ടു തുടങ്ങി. അവര് പോകുന്ന അതേ സ്വർഗവാ. സിറാജും ചോദിക്കുന്നത്, നിങ്ങളും ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ തമാശക്ക് പറഞ്ഞതിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക. അതാ മുസ്ലിം. പോടാന്ന് പറഞ്ഞാൽ പോകും. അവൻ ഇതൊന്നും ഒരു വിഷയമല്ല. പണവും ഇതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. കാരണം ജനിച്ചപ്പോ വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. എന്തിന്? നീ മരിച്ച ഇത് രണ്ടും വിളിക്കാൻ സമയമില്ല, കുളിപ്പിച്ച് നിസ്കരിച്ച് കബറടക്കാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പടാ സഹോദര, നമ്മൾ പേടിച്ചു വിറച്ചു നടക്കാം. നമ്മൾ നമ്മുടെ ഈമാൻ ഉറപ്പിക്കേണ്ട സമയമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുകയാ, ഭയക്കലല്ല, നമ്മുടെ ഈമാനിനെ നമ്മൾ ഉറപ്പിക്കലാണ്. നമ്മുടെ ഈമാനിനെ നമ്മൾ ഉറപ്പിക്കലാണ്. ഏതൊക്കെ പീഡനങ്ങളും എന്തെല്ലാം വഴികളിലൂടെ ഇവർ സഞ്ചരിച്ചു വന്നാൽ തകർക്കാൻ കഴിയാത്ത ഈമാനിന്റെ ഉടമകളാണ് നമ്മൾ. ഒരിക്കലും നമ്മൾ അവർക്ക് തകർക്കാൻ കഴിയുകയില്ല. അവർക്ക് ഒരിക്കലും നമ്മളെ തകർക്കാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ കൂടെയുള്ളതാരെന്നറിയോ? ഈ പ്രപഞ്ചത്തിന്റെ ദീപനായ അല്ലാഹുവാണ് നമ്മുടെ കൂടെയുള്ളത്. യാസീൻ ഓതുമല്ലോ, യാസീൻ ഓതുമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ യാസീൻ ഓതുന്നവര് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുകയാണെന്ന് ശത്രുക്കൾ അറിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് വളയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് വളയുകയാണ്. പഠിച്ചവനെ, ശത്രുക്കൾ മുഴുവനും മുഹമ്മദ് വീടിന്റെ പുറത്തിറങ്ങിയാൽ അവിടെ നിന്ന് വെട്ടി നുറുക്കുന്നതിന് വേണ്ടി ഊരി പിടിച്ച വാളുമായിട്ട് വീട് വളഞ്ഞു നിൽക്കുകയാ. അപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, അലിയേ, ഞാൻ കിടക്കുന്ന സ്ഥലത്ത് നീ കിടക്കുമോ അലിയേ? ഞാൻ കിടന്നിരുന്ന സ്ഥലത്ത് നീ കിടക്കുമോ അലിയേ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ തയ്യാറാ. എനിക്കൊരു പേടിയില്ല നബിയേ. അങ്ങ് പറഞ്ഞാ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലോ. അലിയാര് നിങ്ങളെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ ആകാശത്ത് നിന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് എന്തേ പറഞ്ഞു കൊടുത്തത്? നബിയേ, യാത്രയ്ക്ക് വേണ്ടി വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോ, യാത്രയ്ക്ക് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ. യാസീനിൽ ഓതുന്ന ആയത്തല്ലേ, അല്ലാഹുവിന്റെ ഖുർആനിലെ സൂറത്ത് യാസീനിൽ ഓതുന്ന ആയത്തല്ലേ. യാ റസൂലല്ലാഹ്, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് ഓതിയിട്ട് ആ മണ്ണിലേക്ക് ഊതിയിട്ട് വാതിൽ തുറന്നിട്ട് വെളിയിലേക്ക് വലിച്ചെറി നബിയേ. എന്നിട്ട് നടന്നു പോ നബിയേ.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിട്ട് വാള് ഉരിപിടിച്ച് നിൽക്കുക, ഇറങ്ങി അപ്പ വെട്ടാൻ. അപ്പോഴാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുത്തു, AK-47 ഒന്നും കൊണ്ടു കൊടുത്തില്ല കാക്കാമാരെ, ഒരു പിടി മണ്ണ് വാരാൻ പറഞ്ഞു പറയുന്നു. ഒരു പിടി മണ്ണ് വാരിയിട്ട് ഓതൂല്ലേ, ഈ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ ഒന്ന് ഊതിയിട്ട് വാതിലങ്ങട്ട് തുറക്കണം, ഒറ്റ ഏറെറിയണം, ഇറങ്ങിപ്പൊക്കോളാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ വാളും പിടിച്ചോണ്ട് നിൽക്കണ ചങ്ങാതിമാരുടെ നെഞ്ചിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നെഞ്ചും പിരിച്ചു മുത്തുനബി ഇറങ്ങിപ്പോയില്ലേ. എന്തേ പിടിക്കാഞ്ഞേ? നിങ്ങൾ ചരിത്രമല്ല, ഇതൊന്നും കള്ളമല്ലല്ലോ, ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന കെട്ടുകഥയല്ലല്ലോ. എടോ സഹോദര, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഗുഹയ്ക്ക് തുളിച്ചിരിക്കുക. അപ്പോഴാ പടച്ചോനെ മുത്തുനബി ഉറങ്ങുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്ക. എന്തേ അബൂബക്കറെ നബിയെ, ശത്രുതോ മുകളിലെത്തി, അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഇതിനകത്ത് അടിക്കുന്ന നബിയെ, നമ്മളെ പിടിക്കൂലേ, നമ്മളെ കൊല്ലൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുകയാ. എന്തിനാ നബിയെ ചിരിക്കണേ? നീ എന്തിനാ അബൂബക്കറെ പേടിക്കണേ? അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? നീ എന്തിനാ പേടിക്കണ? അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? നമ്മൾ രണ്ടുപേരല്ലല്ലോ, അള്ളാഹു കൂടെ നമ്മുടെ കൂടെ ഇല്ല. നീ എന്തിനാ ഭയക്കണേ? ഓൻ അവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ലാഹ് തീരുമാനിക്കണം. അള്ളാഹു തീരുമാനിച്ചാലേ അവൻ താഴേക്ക് നോക്കൂ, അല്ലാതെ അവൻ തീരുമാനിച്ച നടക്കൂല. ഈ ചരിത്രങ്ങളൊക്കെ വെറുതെ പറഞ്ഞല്ല സഹോദര, എന്റെയും നിന്റെയും ഈമാൻ ഉറയ്ക്കാൻ വേണ്ടി പറഞ്ഞു തരികയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എന്തിനാ നമ്മൾ പേടിക്കണേ? തവക്കൽതു അലല്ലാഹ്, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് വീടിനകത്തിരിക്കണമെന്നല്ല അതിനർത്ഥം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അത് വേറെ വിഷയം. പക്ഷെ ഞാൻ പറയുന്നത്, ഈമാനികമായിട്ട് നമ്മൾ ഉറക്കണം. അള്ളാഹു പറഞ്ഞല്ലോ, എനിക്ക് ചില അടിമകളുണ്ട്. ഇബ്ലീസിനോട് കൂടെ പറഞ്ഞു കൊടുത്തു, നീ അവരുടെ മുന്നിൽ പോയാൽ തോറ്റുകൂടാ. അള്ളാഹു പറഞ്ഞല്ലോ, എനിക്ക് ചില സത്യവിശ്വാസികളായി എന്റെ പ്രത്യേകമായിട്ടുള്ള ചില ആൾക്കാരുണ്ട്, അവരുടെ മുന്നിൽ നിന്റെ ഒരു കളിയും നടക്കൂല, നീ തോറ്റുപോകുമെന്ന് അള്ളാഹു സാക്ഷാൽ ഇബ്ലീസിനോട് പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, അല്ലാഹ് മതി നമുക്ക്, അല്ലാഹ് മതി നമുക്ക്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് ജീവിതത്തിൽ അധികമായി പറയുന്നവരെ അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. ഖുർആൻ രണ്ടാമതായി പറയുകയാണ്, ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് രണ്ടാമതായി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കണേ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ചവനെ, വീട്ടിൽ കയറുമ്പോ തവക്കൽതു അലല്ലാഹ്, വാതിലടയ്ക്കുമ്പോ തവക്കൽതു അലല്ലാഹ്, വണ്ടിയിൽ കയറുമ്പോ തവക്കൽതു അലല്ലാഹ്, കച്ചവടത്തിന് പോകുമ്പോ തവക്കൽതു അലല്ലാഹ്, സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞു വിടുമ്പോ തവക്കൽതു അലല്ലാഹ്, എന്തു പറഞ്ഞാലും തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവര് അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ, അല്ലദീന യതവല്ലൂന വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അതാ പിശാചിന്റെ ഉപദ്രവമുണ്ടല്ലോ, ശൈത്താനിന്റെ ഉപദ്രവമുണ്ടല്ലോ, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ടല്ലോ, ആ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഖുർആൻ പറയുന്നു, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഇന്നമസ് സുൽത്താനു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ.
പ്രിയപ്പെട്ടവരെ, എങ്ങോട്ട് പോകുമ്പോഴും തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിറങ്ങിക്കോ. വീടിനകത്ത് കയറുമ്പോ തവക്കൽതു അലല്ലാഹ് പറ, വാതിലടയ്ക്കുമ്പോ തവക്കൽതു അലല്ലാഹ് പറ, വണ്ടിയിൽ കയറുമ്പോ തവക്കൽതു അലല്ലാഹ് പറ, മക്കളെ പറഞ്ഞു വിടുമ്പോ തവക്കൽതു അലല്ലാഹ് പറ, ജോലിക്ക് പോകുമ്പോ തവക്കൽതു അലല്ലാഹ് പറ. എന്തിനായിരിക്കുന്ന കമ്മിറ്റിക്കാർ, എന്തിനാ നിങ്ങൾ ഇത്രയും വലിയ പ്രോജക്റ്റ് തുടങ്ങുന്നത്? എങ്ങനെയാണ് ഈ നാട്ടിൽ ഇത്രയും വലിയ ഒരു സ്ഥാപനം വന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നും കണ്ടിട്ടായിരുന്നില്ല. ഇവരെ കുറച്ചു പേർ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവർ ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിയപ്പോ അവരോട് പലരും ചോദിച്ചിട്ടുണ്ടാകും, ഇവിടെ എങ്ങനെയാ ഇത് വിജയിക്കുന്നത്? ഈ സ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങിയപ്പോ ഈ നാട്ടുകാർ ചോദിച്ചു, ഓനൊക്കെ പ്രാന്താടാ, ഈ പട്ടിക്കാട്ടിൽ പഠിച്ചു, പട്ടിക്കാടെന്ന് പറയുന്നില്ല, ഈ നാട്ടിൽ നിങ്ങൾ ഈ സ്ഥാപനമൊക്കെ എങ്ങനെ ഉണ്ടാക്കും? അന്ന് ഇവരെല്ലാരും പറഞ്ഞൊരു വാക്കുണ്ടായിരിക്കും, തവക്കൽതു അലല്ലാഹ്. എന്തായാലും പറഞ്ഞിട്ടുണ്ടാകും, സഹോദര ഇതാണ്, ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ തവക്കൽതു അലല്ലാഹ് എന്ന് പറ. എന്താ പറയാൻ ബുദ്ധിമുട്ട്? എന്താ പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്തുകൊണ്ട് പറയാൻ നമുക്ക് കഴിയുന്നില്ല? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ പറയുന്നതിലൂടെ, എടാ നിന്റെ മക്കൾ, നീ ഹദീസ് പഠിച്ചവനല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, 3 സമയങ്ങൾ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം നിങ്ങൾ കുട്ടികളെയും പെണ്ണുങ്ങളെയും പുറത്തുവിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. പണ്ടുള്ള ഉമ്മമാര് പറയും, വൈകുന്നേരമായ കുട്ടികളെ പുറത്തു വിടരുതെന്ന്. എടാ, മഗ്രിബിന്റെ സമയം അടുത്തു വരുമ്പോ, സൂര്യൻ അസ്തമിക്കുന്ന സമയം വരുമ്പോ മക്കളെ പുറത്തുവിടല്ലേ എന്ന് പണ്ടുള്ള ഉമ്മമാര് പറയുമ്പോ, പഴഞ്ചൻ പഴഞ്ചൻ പഴഞ്ചൻ. ഇപ്പോഴോ ഉസ്താദിന്റെ അടുത്ത് വരും, ശൈത്താൻ കൂടിയിരിക്കണം ഉസ്താദെ ഓതാൻ. എങ്ങനെ കിട്ടിയതാ ഇതൊക്കെ? വെറുതെ. ഞാൻ ഈ ഹദീസ് കുറച്ച് നാളെ മുമ്പ് ഞാൻ ഈ ഹദീസ് എന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് നിങ്ങളെ കുട്ടികളെ പുറത്തുവിടല്ലേ, നിങ്ങൾ പിടിച്ചു വെക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മദ്രസയിലേക്ക് വിടുമ്പോ, അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാൻ വിടുമ്പോ, എങ്ങോട്ടെങ്കിലും വിടുന്ന സമയം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹനെ ഏൽപ്പിച്ചിട്ട് വിട് നിന്റെ മക്കളെ. എന്തിനാ ഭയപ്പെടുന്നേ? എന്തിനാ പേടിക്കുന്നേ? പടച്ചവനെ, വീട് പൂട്ടുമ്പോ തവക്കൽതു അലല്ലാഹ് എന്ന് പറ. വണ്ടിയിൽ കയറുമ്പോ എന്തുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യത്തിലും അങ്ങനെ പറയണമല്ലോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിൽക്കണം. ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാ. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്താ ബറക്കത്ത് എന്ന് പറഞ്ഞ? എന്താടോ ബറക്കത്ത് എന്ന് പറഞ്ഞ? പൈസ കൂടുതൽ കിട്ടല, 2 നില വീടുണ്ടാകല, ഒന്നുമല്ല. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത ഉമ്മത്താ നമ്മൾ പലരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറ മനുഷ്യന്മാർ, എന്താ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? എന്താ? ലക്ഷങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കിട്ടല, അല്ലെങ്കിൽ പുതിയ ബെൻസ് കിട്ടല, ഒന്നുമല്ല. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുതാണെങ്കിലും അത് നിലനിന്ന് കിട്ടണം. എടാ, വല്ലപ്പോഴും മൂന്നാർ അടിമാലിയിൽ ഒരു കടയുണ്ട്, ഏതെങ്കിലും ഒരു മാസത്തിൽ 2 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കും. ബാക്കി 11 മാസവും എന്തെങ്കിലും കിട്ടിയാ കിട്ടി. ഇതിന് ബറക്കത്ത് എന്ന് പറയൂ? ഒരാഴ്ചയിൽ നിന്റെ വീട്ടിൽ മട്ടൻ മന്തി, ബാക്കിയുള്ളപ്പോ കഞ്ഞിയും പയറും. സുബ്ഹാനല്ലാഹ്, ഇതിന് ബറക്കത്ത് എന്ന് പറയും? ഇതിനൊന്നും അല്ല ബറക്കത്ത് എന്ന് പറയാ. എടോ, ചെറുതാണെങ്കിലും അത് മരിക്കുന്ന കാലം വരെ നിത്യമായിട്ട് കിട്ടണം. അതിനാ ബറക്കത്ത് എന്ന് പറയാ. നിലനിൽക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ബറക്കത്ത് അല്ലാഹുവിനോട് ചോദിക്കാൻ പറഞ്ഞ മാസമാ റജബും ശഅബാനും. വേറൊരു മാസം അങ്ങനെ ഇല്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവിനോട് ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞു. ആരാ ചോദിക്കണേ? ആരാ ബറക്കത്ത് ചോദിക്കാ? എടോ, 2 നില വീടുണ്ടോ? ഇന്ന് ദുനിയാവിൽ ഈ ഭൂമിയിൽ ഇല്ലാത്ത ഒരു സാധനമേ ഉള്ളൂ. 2 നില വീടുണ്ട്, കിടന്ന ഉറക്കം വരുന്നില്ല. ലക്ഷങ്ങൾ കൊടുത്ത് വീട് കെട്ടിയിട്ടിട്ടുണ്ട്, കിടന്ന ഉറക്കം വരുന്നില്ല. സുന്ദരിയായ ഒരു പെണ്ണ് നിന്റെ കൂടെ കിടക്കുന്നുണ്ട്, തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. കണ്ടവളെ നോക്കുക. സ്വന്തം പെണ്ണുമ്പുള്ള ഗ്ലാമറാ, അവളെക്കാരും ഗ്ലാമർ ഇല്ലാത്തവളെ കാണുമ്പോ ഓളെ നോക്കിക്കൊണ്ട് നടക്കട്ടെ. പിന്നെ എന്തിനാ ഈ സുന്ദരി? എടോ, 3-4 മക്കള് നിന്റെ വീട്ടിലുണ്ട്, കണ്ണിന് കുളിർമയാകുന്നില്ല. മട്ടൻ മന്തി മേടിച്ച് തിന്നാനുള്ള പൈസ ഉണ്ട്, തിന്നിട്ട് വയറ് നിറയണില്ല. ഒന്നും നിനക്കില്ല. AC റൂമിനകത്ത്, ഡബിൾ കോട്ട് കട്ടിലിനകത്ത് കളർ ലൈറ്റുകൾ വെച്ചിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് സമാധാനമില്ല. ലോകത്തില്ലാത്ത സാധനം സമാധാനമാണോ? ഇത് പൈസ കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല. ഇത് അള്ളാഹു അറിഞ്ഞു കൊടുക്കുന്ന ഒരു വരദാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ സമാധാനം, ഈ ബറക്കത്ത്, ഇങ്ങനെ ചില സാധനം അള്ളാഹ് അറിഞ്ഞു കൊടുക്കുന്നതാ. പക്ഷെ ഇത് നേടിയെടുക്കാനുള്ള വഴികളുണ്ടല്ലോ. ഇത് നേടിയെടുക്കാൻ ബറക്കത്ത് വേണം. ബറക്കത്ത് കിട്ടാനുള്ള വഴി എന്താ? മഹാനായ
അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. ആരും കഷ്ടപ്പെടുകയൊന്നും വേണ്ട സഹോദര, എടോ ബർക്കത്ത് വേണോ? അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ.